Where's your phone? Where's your phone? I don't know. Deva. Attack. 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 Attack ആണ് ഞാൻ അറ്റാക്ക് ചെയ്യുന്നത്. നീ നിന്റെ അറ്റാക്ക് നിർത്ത്. നീ കഴിഞ്ഞ തവണ നീ അറ്റാക്ക് ചെയ്താ എണ്ണം മാറിയത്. അങ്ങനെ നമ്മൾ നേരെ ബാസ്കിൻ റോബിൻസിൽ വന്നു. ഭയങ്കര എരിവായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ച് കയറിയതാണ്. എനിക്ക് പൊതുവെ BR വലിയ ഇഷ്ടമല്ല, എന്നാലും ഇപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ടേ. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മളൊന്ന് വെളിയിലിറങ്ങി, ഓമിയെ കൊണ്ടൊന്ന് ഇറങ്ങി ഒന്ന് ചുറ്റിക്കറങ്ങി. ഇവിടെ പാർക്കുണ്ട്, അവിടെ ഇങ്ങനെ ദയവായിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് രാത്രി നമ്മൾ ചോയ്ത്രാംസിൽ വന്ന് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാൻ വന്നതാണ്. അപ്പം ആൻറ്റി കുറച്ച് ബേബി സ്പിനാച്ചും കൂടെ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. പിന്നെ കഴിച്ചപ്പോഴാണ് മനസ്സിലായതേ. ഞാൻ ഇത്ര ഇലയാണെന്ന് പ്രതീക്ഷിച്ചില്ല. എനിക്ക് ആക്ച്വലി അത് ഇഷ്ടപ്പെട്ടു. ഈ സ്പിനാച്ചിൻ്റെ ഇലയും ആപ്പിളും ഒലിവ് ഓയിലും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ്. പക്ഷേ ഈ നല്ല എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഫുഡിൻ്റെ സൈഡിൽ ഇങ്ങനെ തൊട്ട് നക്കാൻ ഒരു ടച്ചിങ് സൈഡ് അത് കൊള്ളാം. ദേവയ്ക്ക് വിശക്കുന്നുണ്ട് ഉണ്ടാക്കുന്നതാണോ? പിന്നെ ആർക്കാ? I would choose this piece. ഗൈസ്, ഇവിടെ കുറേ പൊടികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഇത് ഇവിടെ വെപ്പിച്ചു. പക്ഷേ ഇതിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നടക്കാൻ പോകുന്നില്ല. സോറി ഗൈസ്, സോറി കേട്ടോ. ദേവ തന്നെ ചാനൻ്റെ ഇത്. എനിക്കിതൊക്കെ ഒരു പേടിയാണ്. അപ്പം കുറച്ച് ചെയ്യണം. ഇത് അറിയത്തില്ലേ? ഓക്കെ ചത്ത കിളിക്ക് എന്തിനാ കൂട്? ആക്ച്വലി നമ്മൾ ജിമ്മിൽ കയറി. നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്തു. ജിമ്മിൽ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ അബുദാബി ജിമ്മിലായിരിക്കും ആദിത്യ രാജേഷ്. സോ എന്നെ മീറ്റ് ചെയ്യണമെന്നുള്ള ജിമ്മിൽ വരിക. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റാണ് കഴിക്കുന്നത്. ഞാൻ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ മാക്സിമം അങ്ങനെയൊന്നും പറഞ്ഞൂടാ. നമ്മൾ മാഗി ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെസ്, വളരെ. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാം. ഞാൻ ഇച്ചിരി മറ്റേ സ്പിനാച്ചിൻ്റെ ബേബി സ്പിനാച്ചും ആപ്പിളും ഒലിവ് ഓയിലും ഒക്കെ വെച്ചൊരു സംഭവം കഴിച്ചായിരുന്നു. അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് ലൈക്ക് കൊള്ളാം, പക്ഷെ അത് ഈ പൊറോട്ട ചിക്കനൊക്കെ കഴിക്കുമ്പോൾ സൈഡിൽ വെച്ച് ഒരു 4 പൊറോട്ട കഴിച്ച് സൈഡിൽ നിന്ന് ഇച്ചിരി ഇല കഴിക്കാനായിട്ട് കൊള്ളാം. അല്ലാണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിട്ട് കാണിക്കാം ഇനി. ഓക്കെ, കൃത്യമായിട്ട് ഗൈസ്. ഒലിവ് ഓയിലാണ് ആദ്യം ഒഴിച്ചത്. എന്താ സൈഡിൽ പുളിശ്ശേരിയൊക്കെ ഇരിക്കുന്നത്? ഇവിടെ പുളിശ്ശേരി, നമുക്ക് പുളിശ്ശേരി, ദേവയ്ക്ക് മോര്. നിങ്ങൾ എവിടെയൊക്കെ പുളിശ്ശേരി എന്നാണോ പറയുന്നത്, മോരെന്നാണോ പറയുന്നത്? കമൻറ്റ് ചെയ്യൂ, കമൻറ്റ്. ചിക്കൻ മാത്രം കഴിക്കുന്നത് അത്ര ശരിയല്ല. അപ്പം നമുക്ക് കുറച്ച് വെജീസും കൂടി ഇടാം. ഇതിപ്പോൾ സുക്കീനിയും പിന്നെ ബ്രോക്കലിയും ഉണ്ട്. അപ്പോൾ അത് കഴിക്കാം. അതും ഇതിനകത്ത് നമുക്ക് ഇടാം. അപ്പോൾ ഇന്ന് രാജമാണിക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കുറച്ചായി ഇത് വീണ്ടും കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ചിക്കനും കഴിച്ച് രാജമാണിക്യവും കാണാം. പക്ഷേ രാജമാണിക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചോട്ടാ മുംബൈ ഇറങ്ങുന്ന വരെ. അങ്ങനെ രാവിലെ നമ്മൾ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇത് ചിക്കൻ സ്റ്റൂ പോലൊരു സംഭവം. ഇത് എന്ത് അപ്പമാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു ദോശ അപ്പം മിക്സാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ആൻറ്റിയുടെ സ്പെഷ്യലാണ്. ഗുഡ് മോർണിംഗ് ദേവ. വാട്ട്സ് ഹാപ്പനിങ്? We're going to my dad's office. ഓക്കെ. ഇവിടെ എത്ര ദൂരമുണ്ട്? Half an hour. അജ്മാൻ. ഓക്കെ. ഇവിടെ അമ്മയും വരുന്നുണ്ടല്ലോ. നല്ല ഡ്രസ്സ്. ആ ബാഗ് ഒന്ന് കാണിച്ചേ. ആ ഡ്രസ്സിന് ബ്ലെൻഡ് ആയി പോകുന്ന ബാഗ് ആര് വാങ്ങിച്ചതെന്ന്? ഏതായി?
പോകുന്ന വഴി നമ്മൾ ചോക്കോലാലയിൽ കയറി. ഇവിടുത്തെ ചോക്ലേറ്റ്സ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ദുബായ് ഫേമസ്, UAE ഫേമസ് ചോക്ലേറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതൊക്കെ ഇവിടെ കിട്ടും. ഒരു രക്ഷയില്ല, ലിറ്ററലി. അതിപ്പോൾ ആയിരിക്കുമല്ലോ. എന്താ അങ്ങനെ കൊടുക്കുമല്ലേ? ഓക്കെ. എന്നോട് വന്ന് ചോദിച്ചാൽ എനിക്ക് അതൊന്നും അറിയില്ല, ബിക്കോസ് ഐ ഹാവ് സീറോ നോളജ്. പിന്നെ എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ കിട്ടും. 2 ഡോർ വേണമെങ്കിൽ 2 ഡോറൊക്കെ ഞങ്ങൾ വിൽക്കും. ഓക്കെ. അപ്പം അച്ഛൻ അതിനകത്ത് ഇരിക്കുകയാണ് തോന്നുന്നല്ലേ? ഈ ഫിഷിന് എനിക്ക് ഭയങ്കര ഹൈപ്പായിരുന്നു. ദേവയുടെ അമ്മൂമ്മയും ഒക്കെ കൂടെ തന്നത്. ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഫ്രഷ് ഫിഷ് അപ്പം പിടിച്ച് അപ്പം മസാല കരട്ടി അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി തരികയെന്നാണ് പറഞ്ഞത്. ഞാനത് വിശ്വസിച്ചില്ല. കാര്യം എന്താ അത്രയും ടേസ്റ്റ് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതൊരു രക്ഷയില്ലായിരുന്നു. ഇത്രയും വലിപ്പത്തിലുള്ള ഒരു മീൻ ഞാൻ കഴിച്ചു തീർത്തു. പൊതുവേ എനിക്ക് മീനിനോട് അങ്ങനെ അമിത താല്പര്യം ചിക്കൻ പോലെയൊന്നും ഇല്ല. പക്ഷേ എന്നാലും ഇത് ഞാൻ കഴിച്ചു തീർത്തു. കൂടെ നല്ല ഗീ റൈസ്, ഈ ഡാൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. യെസ്, നിങ്ങൾ വിചാരിക്കും ഇത് ഫുഡ് മാത്രമേ ഉള്ളല്ലോ വ്ളോഗിലെന്ന്. വേറെ നല്ല വ്ളോഗൊക്കെ ഞാൻ കൊണ്ടുവരാം. എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനുണ്ട്. ഇതിപ്പോൾ ചപ്പാത്തി, മട്ടൻ കറി നമ്മൾ കഴിക്കുന്നു. പാരലി സിനിമ വെച്ചിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ ഡിന്നർ. ഈ ടോൺ ദേവാ സുരേഷ് കുമാർ പ്രസൻസ്, മൈ കീർത്തി സുരേഷ് ഡാഡി, രേവതി കലാമന്ദർ, ടൺ 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 ടൺ. ഓ ദേവാ വെട്ടം, ദേവാ വെട്ടം. ഐ ആം സോ ഹാപ്പി. ഓട്ടോമാറ്റിക്കലി TV വെട്ടം വെച്ചു. എൻ്റെ പ്രസൻസ് കഴിച്ചു. സിനിമ കഴിഞ്ഞത് അടുത്ത സിനിമ വെട്ടം. ടൺ 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 ടൺ. കാണാം. ഇതെന്താ കണ്ണോ അതോ കാന്തമോ? നെക്സ്റ്റ് ഡേ രാവിലെ എനിക്ക് പൊതുവേ നിങ്ങൾക്ക് അറിയില്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ അധികം കഴിക്കത്തില്ല. അപ്പോൾ ഒരു മാംഗോ ഷേക്ക് വിത്ത് കുറേ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് നമ്മൾ കുടിച്ചു. നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് ബസ് സ്റ്റേഷൻ, ഇവിടുന്ന് നമ്മൾ ഇനി അബുദാബിയിലോട്ട് പോവാണ്. ഒരു 1.5 മണിക്കൂർ അബുദാബി എയർപോർട്ടിലോട്ടാണ് നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ആയിപ്പോയി ബസ് പിടിക്കുന്നത്. അവിടെ കാർത്തി പിക്ക് ചെയ്യാൻ വരും. കാര്യം മാമൻ ഇന്നൊന്ന് നാട്ടിൽ പോവാണ്. അപ്പം മാമനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്യും. അബുദാബി എയർപോർട്ട് അവിടുത്തെ ഇപ്പം ബസ്സുകളൊക്കെ എയർപോർട്ടിൽ നിർത്തും. അപ്പം നമുക്ക് എയർപോർട്ടിനകത്ത് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്കങ്ങനെ ബോറടിക്കത്തില്ല അതിനകത്തിരിക്കാം. അപ്പോൾ എന്തായാലും ടൈം ലാഗ് ഇത്തവണ വരത്തില്ല. കാര്യം മാമിനെ ഓൾറെഡി ആ സമയത്ത് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് പിക്ക് ചെയ്യാൻ എന്തായാലും കറക്റ്റ് സമയത്ത് കാർത്തി എത്തും. ഇതൊരു ഫുഡ് വ്ളോഗാണ് എന്ന് പറയുന്നവർക്ക് ഞാൻ നല്ല അടി തരും. ഇത് ഫുഡ് വ്ളോഗല്ല. ഇത് ആക്ച്വലി നമ്മൾ കഴിക്കുന്ന നമ്മളിപ്പോൾ ഡെയിലി കാര്യങ്ങൾ ഇടുമ്പം നമ്മൾ വീക്കെൻഡേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് കഴിക്കുന്നത്. ബാക്കി ദിവസങ്ങളൊക്കെ ഞാൻ കഴിക്കും, പക്ഷേ ഇങ്ങനെയൊന്നും കഴിക്കത്തില്ല കേട്ടോ, സത്യമായിട്ടും. അപ്പോൾ എന്തായാലും നല്ല ഗ്രിൽഡ് ചിക്കൻ, നല്ല ഒലിവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാരലി നമ്മൾ ടെർബോ സിനിമ വെച്ചു. എനിക്കിത് വലിയ മോശമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി തിയേറ്ററിൽ പോയി കാണേണ്ടായിരുന്നു. ഞാൻ വെറുതെ മിസ് ചെയ്തു. എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗുമായി കാണാം. ഒക്കെ നടക്കുന്നേ. എൻ്റെ സ്വപ്നവും തൻ്റെ സ്വപ്നം ഒക്കെ നടക്കും.